തായ്വാൻ പ്രസിഡന്റിന്റെ US സന്ദർശനത്തിന് പിന്നാലെ തായ്വാൻ കടലിടുക്കിൽ ചൈന അഭ്യാസം നടത്തി. ശനിയാഴ്ച ആരംഭിച്ച സൈനിക അഭ്യാസം 3 ദിവസം തുടരും. സാൻജോസിൽ US ജനപ്രതിനിധി സഭാ സ്പീക്കർ കെവിൻ മക്കർത്തിയുമായി തായ്വാൻ പ്രസിഡന്റ് സൈ ഇങ്-വെന്റെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തായ്വാൻ കടലിടുക്കിൽ ചൈന സൈനികാഭ്യാസം നടത്തി. സൈ ഇങ്-വെൻ ചൈനയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് 3 ദിവസത്തെ സൈനികാഭ്യാസം ചൈന പ്രഖ്യാപിച്ചത്. ചൈനയുടെ 71 പോർ വിമാനങ്ങൾ തായ്വാൻ സമുദ്രാതിർത്തി ലംഘിച്ചു. തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന് അംഗീകരിക്കാത്ത തായ്വാൻ US-മായി അടുക്കുന്നതും അമേരിക്ക ആയുധങ്ങൾ നൽകുന്നതും ചൈനയെ പ്രകോപിപ്പിക്കുകയാണ്. ഉക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബെയ്ജിംഗ് സന്ദർശിച്ച് മടങ്ങിയതിന് പിന്നാലെയാണ് തായ്വാന് നേരെ ചൈനയുടെ ശക്തിപ്രകടനം. ചൈന പ്രകോപനം ഒഴിവാക്കണമെന്നും തായ്വാൻ വിഷയത്തിൽ തൽസ്ഥിതി തുടരണമെന്നും US ആവശ്യപ്പെട്ടു. പ്രദേശത്ത് സുരക്ഷയുറപ്പാക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണെന്നും US ചൈനീസ് പ്രകോപനത്തിന് നേരെ പ്രതികരിച്ചു. ചൈനയിൽ നിന്നും 160 കിലോമീറ്റർ അകലെയുള്ള തായ്വാന് മേലെ ആധിപത്യം ഉറപ്പിക്കാനായാൽ പശ്ചിമ പസഫിക് മേഖലയിൽ ചൈനയ്ക്ക് തന്ത്രപരമായ മേധാവിത്വം ലഭിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.